നമസ്കാരം. വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. 5 പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ്, വാട്സപ്പിൽ ഇനി മെസ്സേജുകൾ പിൻ ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പ് കോൺടാക്റ്റുകൾ പിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നേരത്തെ തന്നെ വാട്സപ്പിലുണ്ട്. എന്നാൽ ഇനി ഓരോ കോൺടാക്റ്റിലും വരുന്ന മെസ്സേജുകൾ നമുക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് ഓരോ കോൺടാക്റ്റിലും ഓരോ മെസ്സേജുകൾ മാത്രമേ പിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫ്യൂച്ചർ അപ്ഡേറ്റിൽ മൾട്ടിപ്പിൾ മെസ്സേജുകൾ പിൻ ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് നോക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഈ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് ചാനൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു വാട്സപ്പ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. നിങ്ങളായിരിക്കുമല്ലോ നിങ്ങളുടെ വാട്സപ്പ് ചാനലിന്റെ അഡ്മിൻ. നിങ്ങളുടെ വാട്സപ്പ് ചാനലിന് മറ്റാരെങ്കിലും അഡ്മിനായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സാധിക്കും. വാട്സപ്പ് ചാനലിന്റെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ ഇൻവൈറ്റ് അഡ്മിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആരെയാണോ നിങ്ങളുടെ ചാനലിന് അഡ്മിൻ ആക്കി വെക്കേണ്ടത് അവരെ നിങ്ങൾക്ക് അവിടെ വന്ന് അഡ്മിനായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വെച്ച് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 150ലധികം ഒറിജിനലിനെ വരുന്ന AI ക്യാരക്ടേഴ്സ് ആണ് ഇവർ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിന്ന് വണ്ടർഷെയർ വെർബോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. അവിടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇനി മൊബൈൽ ഫോണിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇതിന്റെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. AI ക്യാരക്ടേഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് കൂടെ വേണം. റൈറ്റ് സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ടെക്സ്റ്റും ഇമോജീസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് AI ക്യാരക്ടേഴ്സിനെ ചേഞ്ച് ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. Enhance your content creation journey and grow your audience. എളുപ്പത്തിൽ നിങ്ങൾക്ക് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ടെംപ്ലേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Thank you for watching. വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട്. ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോകൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാണുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള വീഡിയോകളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. ടോക്കിംഗ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറന്റ് ആയിട്ടുള്ള AI ക്യാരക്ടേഴ്സ് കിട്ടും. നിങ്ങൾക്ക് ഏത് അക്സെപ്റ്റ് റേഷ്യോയിലാണോ വീഡിയോ വേണ്ടത് അക്സെപ്റ്റ് റേഷ്യോ സെലക്ട് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് ഇവിടെ നിന്ന് തന്നെ എഴുതി വളരെ ഈസി ആയിട്ട് റീൽസോ യൂട്യൂബ് ഷോർട്സോ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. इस प्रकार के ही वीडियो को रील्स पर अधिक देखा जाएगा क्योंकि यह सोशल मीडिया. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. വാട്സപ്പ് സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം വാട്സപ്പ് സ്റ്റാറ്റസിൽ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് ഒരാൾക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ അയക്കുകയാണെന്നുണ്ടെങ്കിൽ HD ഫോർമാറ്റിൽ നമുക്ക് ആ ഫോട്ടോ അയക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരുമാതിരി ക്വാളിറ്റിയുള്ള ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നത്? ഒരാൾക്ക് HD ഫോട്ടോ അയക്കുന്നു. ആ ഫോട്ടോ നമ്മൾ നേരെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് ക്വാളിറ്റി ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസിൽ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ് വരികയാണ്. ഓൾറെഡി റോൾ ഔട്ട് ആയിട്ടുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസിൽ HD ക്വാളിറ്റി ഫോട്ടോസ് നമുക്കിനിയും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വാട്സപ്പിന്റെ ബീറ്റ വെർഷൻ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് അധികം താമസിക്കാതെ ലഭിക്കുന്നതാണ്. നാലാമത്തെ അപ്ഡേറ്റും വാട്സപ്പ് സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് വാട്സപ്പ് അക്കൗണ്ടിനെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാട്സപ്പിൽ ഇടുന്ന സ്റ്റാറ്റസുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എത്ര കണ്ട് യൂസ്ഫുൾ ആകും എന്നുള്ളത് ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടെ ഇങ്ങനൊരു ഫീച്ചർ ഉപയോഗിക്കേണ്ട സമയത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അഞ്ചാമത്തെ അപ്ഡേറ്റ് വാട്സപ്പ് ചാറ്റ് ബാക്കപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതായത് വാട്സപ്പ് ചാറ്റ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഗൂഗിൾ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങനെ പറ്റില്ല. ഗൂഗിൾ ഡ്രൈവിൽ ഓരോ അക്കൗണ്ടിലും 15 GB ഫ്രീ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഫ്രീ സ്പേസിലേക്കായിരിക്കും വാട്സപ്പിന്റെ ബാക്കപ്പ് ഇനി ആഡ് ആകുന്നത്. അതായത് വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുന്ന ഗൂഗിൾ ഡ്രൈവിൽ നമ്മളൊരു 12 GB ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 3 GB മാത്രമേ വാട്സപ്പ് ബാക്കപ്പിന് വേണ്ടി ഇനി ലഭിക്കത്തുള്ളൂ. അതായത് ഫ്രീ സ്പേസ് എത്രയുണ്ടോ അത്രയും നമുക്ക് വാട്സപ്പ് ബാക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരുപാട് ഡേറ്റ വാട്സപ്പിന്റെ ബാക്കപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം പെടാനുള്ള സാധ്യതയുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം 2-3 GB ഡേറ്റ മാത്രമേ വാട്സപ്പ് ബാക്കപ്പ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ 5 അപ്ഡേറ്റിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ അപ്ഡേറ്റ് ചെയ്താണുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. വെർബോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ 1000 ലൈക്കിന്റെ ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.